അമ്മച്ചി, ഞാനേ എള്ളുപറമ്പിലെ സണ്ണിച്ചായൻ്റെ കൂടെ കളിക്കാൻ പൊക്കോട്ടെ? പൊയ്ക്കോ. അണ്ടേ ഉണ്ണാന്നേരത്തെങ്ങ് പോന്നേക്കണം, അല്ലെ അപ്പം വഴക്ക് പറയും. നല്ല അമ്മച്ചി. എന്തോ അമ്മച്ചി, എന്തോ പറ്റി? മക്കള് പോയി മുന്നിൽ കഴുകി ഉടുപ്പെടുത്തിട്ടേച്ചും പോ. കൊച്ചമ്മേ, കൊച്ചമ്മ ഇല്ലയോ? കൊച്ചമ്മോ, കൊച്ചമ്മോ, കൊച്ചമ്മ ഇവിടെ ഇല്ലയോ? അല്ലേ കുഞ്ഞപ്പിയോ? ഓ, എന്താ കുഞ്ഞപ്പി? കാലത്തെ കൊല്ലപ്പള്ളി പെരേടത്തിൽ പോയച്ചു വരുമ്പോഴ് കുറുപ്പച്ചനെ കണ്ട്. അപ്പോഴയാള് പറഞ്ഞ് വല്യപ്പച്ചനുള്ള മരുന്ന് കാർന്നൂര് വൈദ്യരെടുത്ത് പോയി മേടിച്ചു കൊടുക്കണേന്ന്. അയാൾക്ക് കൊച്ചിയിലെങ്ങാണ്ട് പങ്കുകാരന്റെ അടുത്ത് പോണോന്ന്. കൊച്ചിയിലോ? കൊച്ചി പോന്നു? നാട്ടിൽ വല്യമ്മാവനെ അന്വേഷിക്കാൻ പോകുന്നില്ലയോ പറഞ്ഞ്? ആന്നു ആന്നു കൊച്ചമ്മേ, കൊച്ചിക്കെന്ന് അയാള് പറഞ്ഞേ. അല്ലേലും അയാള് പറയുന്ന ആര് വിശ്വസിക്കും? അപ്പോഴപ്പോഴെ നാക്ക് വളയുന്നതിന്റെ കൂട്ടല്ലയോ? എന്നുവെച്ചും കാലത്തെ പോയോ നീ? അന്ന് വീട്ടിൽ അമ്മച്ചിക്ക് വലിവ് കൂടുതലാ, അതിനും വേണം മരുന്ന്. എന്നാ പിന്നെ കാലത്തേ ചെന്ന് മേടിച്ചേക്കാന്ന് വിചാരിച്ച്. ആണ്ട കൊച്ചമ്മോ, ഇത് അകത്തോട്ട് കൊണ്ട് വച്ചോണ്ടാട്ടെ. ഇത് അമ്മച്ചിയുടെ മരുന്നാ. കാർന്നൂര് വൈദ്യരുടെ ചികിത്സയ്ക്ക് ഇപ്പൊ വലിയ പ്രയോജനം ഇല്ലെന്ന് തോന്നുന്നു. ഇനിയും മേപ്പള്ളിക്കുറ്റി ആശുപത്രി കൊണ്ടുപോകണമെന്നാ. കൊച്ചമ്മയ്ക്ക് തീരെ വയ്യായോ? ഓ, നാളിന് കൂടുതല്ലയോ. ഇപ്പൊ വന്ന് മിണ്ടാൻ തന്നെ പാടാ. ഇന്നലെയും എനിക്ക് വേലയ്ക്ക് പോകാൻ പറ്റിയില്ലെന്ന്. കൂടെ ആരേലും ഇല്ലേലെങ്ങനാ? ആ, എന്നാ ഞാൻ പോട്ടോ കൊച്ചമ്മോ. അപ്പച്ചൻ ഉറക്കുവാ, ഉണത്തണ്ട. അല്ലേ നീ പോവാന്നോ? അവിടെ നില്ലേ. ഇച്ചിരി ചീനി ചെണ്ടമുറിയൻ അരിഞ്ഞേച്ചുവാ ഞാൻ പള്ളിയിൽ പോയെ. പൊടിക്ക് നേരെ വരുന്ന പുഴുക്കൻ ചമ്മന്തി തിന്നേച്ചു പോവാം. ഇപ്പൊ വേണ്ട കൊച്ചമ്മേ, കുടി ചെന്നിട്ട് വേണം കാവും ഭാഗത്ത് വരെയും പോവാൻ. ആ കൊച്ചമ്മോ, ഞാൻ ഇന്നാൾ ഈ പുത്തനാറ്റുകരയിൽ പണിക്ക് പോയായിരുന്നു. അപ്പോഴേ കാർത്തികപ്പള്ളി അച്ഛനെ കണ്ടായിരുന്നു, കൊച്ചുപള്ളിയുടെ അടുത്ത് വെച്ച്. രാജന്റെ കല്യാണ കാര്യം പറഞ്ഞു. പെണ്ണിന്റെ തള്ളയും കണ്ട്. പള്ളിയുടെ പടിയിട്ടാലാന്ന് താമസമെന്ന്. അവര് രണ്ടുകൂടെ പള്ളിപ്പെരയെന്ന് അക്കാര്യം പറഞ്ഞോണ്ട് വന്നപ്പോഴാ എന്നെ കണ്ടേന്ന്. അച്ഛൻ എന്തോ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ല. കണ്ടേച്ച് നല്ല ആൾക്കാരെന്ന് തോന്നുന്നു. കർത്താവേ, ഇനി 5-6 ദിവസം കഴിഞ്ഞ് അവനിങ്ങി വരും. ഓ, പറഞ്ഞു നേരം പോയെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം കൊച്ചമ്മേ. ഓ.
ആണ്ടേ. എന്തുവാ ഇത്? കുടിച്ചോണ്ടാട്ടെ. ഇത് വേണ്ടായിരുന്നു. ഇച്ചിരി കുടിച്ചെന്നും കൊണ്ട് എന്തോ വരാനാ? ക്ഷീണം തീർക്കാനെ കൊണ്ട് ഇച്ചിരി ഇടം ചോദിച്ചപ്പോഴ് അത്താഴവും തന്നു. പിന്നെ കുടിച്ചേച്ച് കിടക്കാൻ കുറുക്കിയ പാലും തന്നു. അല്ലേ, ഇതിനെല്ലാം കൂടെ ഞാൻ എന്തുവാ തരുന്നേ? അതിന് ഇവിടെ ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. ആണ്ടെ, പറയുന്ന കേട്ടില്ലയോ? ഇവിടെ ആരെങ്കിലും ചോദിച്ചാന്നോ തന്നേ? ഒന്നും തരണ്ട. ഒന്നും വേണ്ടായോ? അല്ല, തരാനെ കൊണ്ട് എന്റെ കയ്യേലിപ്പ ആണ്ടെ കന്ന് 2 ഉള്ളു. അത് വേണേ എടുത്തോ. കന്നിനെ മാത്രമേ തരാനുള്ളോ? പിന്നെ കന്നുകാരനും ഉണ്ട്. മതിയോ? അല്ലേ, എന്തോ പണിയാ ഈ കാണിക്കുന്നേ? എന്തോ പറ്റി? വല്ലോരും ചെയ്യുന്ന പണിയാന്നോ ഇത്? പുറന്തിണ്ണയ്ക്ക് കിടക്കാനോ? വിരട്ടിക്കളഞ്ഞല്ലോ. ഇതാണോ കാര്യം? ഓ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അകത്തോട്ട് കയറി കിടന്നാട്ടെ. ഓ, കാര്യമില്ലെന്നേ. അകത്ത് കയറി കഥ കടച്ചു കിടന്നോ? ചെല്. ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പേ കന്നിനെയും കൊണ്ട് അങ്ങ് പോവും. പടിഞ്ഞാറുന്നൊരു തണുത്ത കാറ്റുണ്ട്. പുഴയെന്നുള്ള കാറ്റാ. നീരുദോഷത്തിന് വേറെ ഒന്നും വേണ്ട. അകത്തോട്ട് കയറി കിടന്നോണ്ടാട്ടെ. വാ, വന്നോട്ടെ ഇന്നും. ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച. എന്തോന്നാ? മുമ്പേ അമ്മാമ്മയുടെ അടുക്കെ ഞാൻ ഉടപ്പിറന്നോനാന്ന് പറഞ്ഞ എന്തോയിനാ? ചോദിച്ചു കേട്ടില്ലയോ? എന്നെ ഉടപ്പിറന്നോനാക്കിയ എന്തോയിനാന്ന്. അല്ലേ, ചിരിക്കുവന്നോ? വിളക്കണച്ച എന്തോയിനാ? നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൂത്തയും പഴുത്തൊന്നും അല്ല, നല്ല സ്വയംപന. ഇറങ്ങി വേണോ തങ്കച്ചോ? തങ്കച്ചോ, തങ്കച്ചിനിച്ചായം പോയേക്കുവാ. ഇനി അടുത്ത ആഴ്ചയെ വരത്തുള്ളു. തങ്കച്ചിനില്ലയോ? എന്നാ ഞാൻ വരുന്നത് അങ്ങോട്ട്.
ചേട്ടാ പിടിക്ക്. എന്താ ഇച്ചായ ഈ ആക്ടി കാണിക്കുന്നത്? കാണിക്കുന്നത്. വിടാ. വാ, നീ ഇങ്ങ് വന്നേ. വന്നേ ആ, ഇങ്ങോട്ട് നടക്ക് ഇച്ചായ. ആരാ? ആരാന്ന്? അല്ലേ, ആരാ വന്നേന്നാ ചോദിച്ചേ. അത് തങ്കച്ചനിച്ചായന്റെ കൂട്ടക്കാര. പെണ്ണമ്മോ, കരയില്ല, കരയില്ല പെണ്ണമ്മോ. ഈ മുഖം കാണാനെ കൊണ്ട് എനിക്ക് ആ വിളക്ക് വേണ്ട. ഞാൻ എന്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാനിതെങ്ങനെ അണിയും? ഞാൻ എന്റെ പാദങ്ങൾ കഴുകി. ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എന്റെ പ്രിയൻ വാതിൽ കുളത്തിൽ പിടിച്ചു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപമാരികളും അവളെ അങ്ങനെ തന്നെ പുകഴ്ത്തി. ഉഷസ്സുപോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തുന്ന സൈന്യത്തെ പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ, മാതളമരങ്ങൾ പൂവിട്ടോ എന്നറിയാൻ. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഞാൻ വേർപിരിയണം. ശേഷിച്ച ആയുസ് പാതാളവാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു.
ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനിയും കർത്താവിനെ ദർശിക്കുകയില്ല. ഭൂവാസികളുടെ ഇടയിൽ വച്ച് ഞാൻ ഇനിയും മനുഷ്യനെ നോക്കുകയില്ല. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്നും പറിച്ചു മാറ്റിയിരിക്കുന്നു. മേവൽ പക്ഷിയെ പോലെയും കൊക്കിനെ പോലെയും ഞാൻ നിലവിളിക്കുന്നു. പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കി എന്റെ മിഴികൾ തളർന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു. അപ്പച്ച, അപ്പച്ചൻ എഴുതിച്ചിരിക്കുവാന്നോ? അല്ലേ, എന്നെ ഒന്ന് വിളിച്ചൂടായോ? അപ്പച്ചൻ പുസ്തകം വായിക്കുമായിരുന്നോ? മയക്കം തെളിഞ്ഞിട്ടില്ല. അപ്പച്ചൻ കിടന്നോണ്ടാട്ടെ. എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു പെണ്ണെ. ഇച്ചിരി വെള്ളം ഇങ്ങട്ടെ. ആണ്ടേ അപ്പച്ച. ഞാൻ മാത്രം കുടിച്ചാ മതിയോ? പിന്നെ ഞാൻ കുടിച്ചാ ഇവിടെ നിറയുവോ? ഇവിടെ കുടിച്ചാ എനിക്കും നിറയുന്നു കൂട്ടിക്കോ. ദേ ചുമ്മാ പറയല്. നേരാ പറയുന്നേ. കുടിക്ക്. കുടിക്ക്. മതി. എന്റെ കുപ്പായം എന്തിയേ? ആണ്ടേ, ഞാനത് രാത്രിയിൽ വാരിക്ക് കഴുകിയിട്ടായിരുന്നു. അപ്പം പോകാൻ നോക്കുവല്ലയോ? പിന്നെ പോണ്ടായോ? പെമ്പളെ കാണാനുള്ള ധൃതിയായിരിക്കും. ഞാൻ പറഞ്ഞ നേരില്ലയോ? രണ്ട് നാഴികയും കൂടെ വെളുത്തിട്ട് പോയാ പോരായോ? എന്താ പറഞ്ഞേ? കണ്ടില്ലയോ? ഇതാ പറഞ്ഞേ. പെമ്പിള്ളയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർമ്മയും നിറയും പോയി.
ഉം. വേണ്ട വേണ്ട, തരുവഴിവ് പറഞ്ഞിട്ട് എന്തോയിനാ. പെണ്ണമ്മോ, പോകാതെ പറ്റുമോ? ഇന്നലെ ഇരുട്ടുന്നതിന് മുമ്പേ ഒരു അമ്മാമ്മയെ പറഞ്ഞു പറ്റിച്ച്. ഇനി നേരം വെളുത്താലേ എത്ര പേരെ പറ്റിക്കും നമ്മള്? എന്നെ ഓർക്കുവോ? പെണ്ണമ്മയ്ക്ക് ഒന്നും തരാനൊത്തില്ല. പിന്നെ തന്നതെന്താ? ഇന്നേ കാലം അറിഞ്ഞിട്ടില്ലാത്തതാ. കിനാവ് പോലെ തോന്നുന്നു. നീ എന്നിൽ നിന്നും നോട്ടം പിൻവലിക്കുക. അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗിലിയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റങ്ങൾ പോലെയാണ്. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടകൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകുമാരുമുണ്ട്. എന്നാൽ എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. ഒരക്കത്തെ കണ്ട കിനാവ് പോലെ എന്നെ മറന്നു പോവായിരിക്കും, അല്ലയോ? കാലത്തെ കാണുന്ന കിനാവ് വലിക്കുന്നയാന്ന് കേട്ടിട്ടില്ലയോ? കരയാതെ, കരയരുത്. പെണ്ണമ്മോ, നീ കരഞ്ഞ ഞാൻ എങ്ങനാ പോന്നേ? ഞാൻ ഇനിയും കരയത്തില്ല. ആണ്ടേ, ഒന്ന് നിക്കണേ. ആണ്ടേ, ഇതൂടെ കൊണ്ടുപോയിക്കാട്ടെ. ചന്തയും കഴിഞ്ഞ് വിശക്കത്തില്ലയോ? വാ, വാ, വാ. ആ. ഓ,
ഹൈ